മലപ്പുറം തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 1ാം ക്ലാസ്സുകാരിയെ കാറിടിച്ചത് രക്ഷിതാക്കളെ അറിയിച്ചില്ലെന്ന് പരാതി. അപകടത്തിന് ശേഷം പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു. കുട്ടി സ്കൂളിൽ വീണു എന്ന് മാത്രമാണ് രക്ഷിതാക്കളെ അറിയിച്ചത്. രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ജൂലൈ 31 നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. യൂനിസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. യൂനിസ്, ഇത് എന്തുകൊണ്ടാണ് ഈ സ്കൂൾ അധികൃതർ ഈ അപകടമുണ്ടായ കാര്യം വീട്ടുകാരെ അറിയിക്കാതിരുന്നത്? അത് സ്കൂൾ അധികൃതർക്ക് തന്നെ ധാരണയുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അമൃത, കഴിഞ്ഞ 31-നാണ് ഈ ഒരു അപകടമുണ്ടായത്. മലപ്പുറം തിരൂർ MES സെൻട്രൽ സ്കൂളിലെ 1ാം ക്ലാസ്സുകാരിയാണ് ഈ കാർ ഇടിച്ചത്. ഈ സ്കൂൾ അധികൃതർ പറയുന്നത് കാർ ഇടിച്ച കാര്യം ഞങ്ങൾ അറിയില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പറയുന്നത് ഈ അപകട വിവരം തങ്ങളെ അറിയിച്ചില്ല. ആ സ്കൂളിൽ തന്നെ ഒരു പാരന്റാണ്, ഒരു കുട്ടിയുടെ പാരന്റാണ് ഈ കുട്ടിയെ കാർ ഇടിച്ചത്. ആ പാരന്റും അതോടൊപ്പം സ്കൂൾ അധികൃതരും ഈ ഒരു അപകട വിവരം തങ്ങളെ അറിയിച്ചില്ല. കുട്ടി വീട്ടിലെത്തിയപ്പോഴും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥത കൂടിയപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചതാണ്. തുടർന്ന് കുടുംബം ഈ സ്കൂളിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കാറിടിച്ചതായി കണ്ടെത്തിയത്. ഇതാണ് ഈ കുടുംബം പറയുന്നത്. ഇപ്പൊ കുടുംബം തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് ലൈനിനും ബാലാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്നത്, കുടുംബം പറയുന്നത്, ഈ അപകടത്തിൽ പെട്ടതിലല്ല തങ്ങൾക്ക് പരാതി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ കുടുംബത്തെ ഈ ഒരു വിവരം അറിയിച്ചില്ല. അതോടൊപ്പം ഈ കുട്ടിക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, കുട്ടിക്ക് ഈ ഒരു പ്രാഥമിക ചികിത്സ പോലും ഈ ഒരു വ്യക്തിയോ സ്കൂൾ അധികൃതരോ നൽകിയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത. ശരി യൂനിസ്.